അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് സോയിൽ ടെസ്റ്റ് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു വീടിന് വേണ്ടിയുള്ള ഡ്രോയിങ്സ് എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ വരച്ച് കഴിഞ്ഞതിന് ശേഷം കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുൻപേ നമുക്ക് എന്താണ് വേണ്ടത്, കൺസ്ട്രക്ഷൻ പർപ്പസിനുള്ള പെർമിഷൻ കിട്ടണം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് KSEBന്ന് നമുക്ക് ടെമ്പററി കറണ്ട് കണക്ഷൻ കിട്ടണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുൻപ് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ പെർമിഷൻ എടുക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ അതിന് ചെല്ലുമ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ ഫൈന് നമുക്ക് ഇടും. അപ്പോൾ കൺസ്ട്രക്ഷൻ പെർമിഷൻ ലഭിക്കുവാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ നൽകേണ്ടതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൊക്കേഷൻ പ്ലാൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ നമ്മൾ ആ ടോട്ടൽ ഡ്രോയിങ്സ്, എന്തൊക്കെ ഡ്രോയിങ്സ് ആണ് നമ്മൾ എഞ്ചിനീയർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ഡ്രോയിങ്സും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ ടാക്സ് റെസിപ്റ്റ്, അതായത് നമുക്ക് ആ സ്ഥലത്തിൻ്റെ ടാക്സ് റെസിപ്റ്റ് നമുക്ക് വില്ലേജ് ഓഫീസിൽ കിട്ടിയിട്ടുണ്ടാവും. ആ റെസിപ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ സർവേ സ്കെച്ച് എന്ന് പറയും, അതായത് ഇപ്പോൾ ഈ സ്ഥലം റീസർവ് ചെയ്തൊക്കെയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ സർവേ സ്കെച്ച് നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. പിന്നെ FMB സ്കെച്ച്, അത് ചില സമയത്ത് അവരായിട്ട് ചോദിക്കും FMB നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും FMB വെക്കേണ്ടി വരും. അല്ല FMB വേണ്ടാന്നൊക്കെ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഇത്തരം രേഖകളാണ് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡ്രോയിങ്സിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയറുടെ സൈന് വേണം. ഇതാണ് നമ്മൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ ഫീൽഡ് ഇൻസ്പെക്ടർ എന്ത് ചെയ്യും, പഞ്ചായത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഫീൽഡ് ഇൻസ്പെക്ടർ നമ്മളുടെ ഈ സൈറ്റിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് നമ്മുടെ ലൊക്കേഷൻ സ്കെച്ച് കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ട് വെരിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മുടെ ആധാർ അല്ലെങ്കിൽ ഐഡന്റിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഡോക്യുമെന്റ്സും അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം അവർ എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിനുള്ള പെർമിഷന് അവർ അനുവദിക്കും. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസിനുള്ള പെർമിഷൻ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കറണ്ട് കണക്ഷൻ വേണം, ടെമ്പററി കറണ്ട് കണക്ഷൻ. അതിൽ നമുക്ക് KSEBയിലോട്ടാണ് നമ്മൾ ആ കണക്ഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് അവർക്ക് കൺസ്ട്രക്ഷൻ പെർമിഷന് നമുക്ക് കിട്ടിയിട്ടുള്ള കൺസ്ട്രക്ഷൻ പെർമിഷൻ്റെ ആ ഒരു പേപ്പറാണ്. സെക്കൻഡ് നമുക്ക് വേണ്ടത് സൈറ്റിൻ്റെ ഓണർഷിപ്പ്, അതായത് നമ്മുടെ പേരിലാണ് ആ സൈറ്റ് ഉള്ളതെന്നുള്ളത് തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റ്സ് ആണ് അവർക്ക് വേണ്ടി വരിക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ID പ്രൂഫാണ് അവർക്ക് വേണ്ടി വരിക. ആധാർ ആകാം, അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസ് ആയിരിക്കാം. അതിന് അവർക്ക് വേണ്ട ഒരു ID പ്രൂഫാണ് നമുക്ക് കൊടുക്കേണ്ടി വരിക. പിന്നെ പറയുന്നത് ഡിപ്പോസിറ്റ് എമൗണ്ട് ആണ്, അതായത് ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും ഈ ടെമ്പററി കണക്ഷൻ കിട്ടാനുള്ള ആ ഒരു ഡിപ്പോസിറ്റ് എമൗണ്ടും പ്ലസ് അത് ഒരു ടെമ്പററി ചാർജസ് ഉണ്ടാവും, എല്ലാം കൂടി ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ കെട്ടി വെക്കേണ്ടി വരിക. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ അവർ വന്ന് നമ്മുടെ സൈറ്റൊക്കെ കണ്ടിട്ട് നമുക്ക് ടെമ്പററി കണക്ഷനുള്ള പെർമിഷൻ അവർ അനുവദിക്കും. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുൻപ് കൺസ്ട്രക്ഷൻ പെർമിഷനും അതുപോലെ KSEBന്ന് ടെമ്പററി കണക്ഷനും നിർബന്ധമായിട്ട് എടുത്തിട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ കൺസ്ട്രക്ഷൻ പെർമിഷൻ എടുക്കാതെയോ അല്ലെങ്കിൽ KSEBന്ന് നമ്മളൊരു ടെമ്പററി കൺസ്ട്രക്ഷൻ പെർമിഷൻ എടുക്കാതെയോ നമ്മളൊരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾക്ക് അത് കാരണമാവും. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുൻപേ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൺസ്ട്രക്ഷനുള്ള പെർമിഷൻ എടുത്തിരിക്കുകയും അതേപോലെ നമ്മൾ KSEBന്ന് ഒരു ടെമ്പററി കണക്ഷൻ എടുത്തിട്ട് മാത്രമേ നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ കംപ്ലീഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.